ഓക്കെ, സോ കനോപ്പസ് ചോദ്യം നിങ്ങളിലേക്കാണ്. 2014 പ്രധാന സംഭവങ്ങളിലൊന്നാണ് ഗസയുടെ മേൽ ഇസ്രയേൽ നടത്തിയ ഭീകര ആക്രമണങ്ങൾ. ലോകമൊട്ടുക്കും ഇസ്രയേലിനെതിരെ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഇസ്രയേലിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടു. നേരത്തെ ഇല്ലാതിരുന്ന ഇസ്രയേൽ രാജ്യം ഏത് വർഷത്തിലാണ് രൂപം കൊണ്ടത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: 1948, 1975, 1775, 1945. 1948. 1948. പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. ഇസ്ര എന്നാൽ രാത്രി, രാത്രിയിൽ പുറപ്പെട്ടവൻ എന്നാണ് ഇസ്രായേലിൻ്റെ അർത്ഥം. അടുത്ത കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, ഒരുപാട് കണ്ണീരൊഴുക്കിയ ഒരു യുദ്ധമാണ് അല്ലേ, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അത്. ലോകത്തെ ഏക ജൂതരാജ്യമാണ് ഇസ്രായേൽ. ഓക്കെ, അറിയാമല്ലോ. ഓൾറൈറ്റ്, വെരി ഗുഡ്. സോ ചോദ്യം ലൈറയിലേക്ക് വീണ്ടും വരുന്നു. കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനത്തിൻ്റെ ചർച്ചകൾ നടക്കുന്ന കാലമാണ് ഇത്. ലഹരി പാനീയങ്ങൾ നിരോധിക്കണം എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ്, ഏത് അനുച്ഛേദത്തിലാണ് ഈ പരാമർശം ഉള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 24, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 47, ആർട്ടിക്കിൾ 54. ആർട്ടിക്കിൾ 32. നോ, ഐ എം സോറി ഫോർ ദാറ്റ്. ആർട്ടിക്കിൾ 47 ഇതുള്ളത്. ഉത്തരം തെറ്റിപ്പോയി ലൈറ, പക്ഷെ അത് വിഷമിക്കേണ്ട കാര്യം, അത് വീണ്ടും കറക്റ്റ് ചെയ്യാം നമുക്ക്. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ആർട്ടിക്കിൾ 47 ആണെങ്കിലും ആർട്ടിക്കിൾ 32 ആണെങ്കിലും 38 ആണെങ്കിലും ഏതാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം ലഹരി പദാർത്ഥങ്ങൾ വേണ്ട എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കലും മദ്യം തൊടുകയില്ല എന്നുള്ളത്, മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നുള്ളത്, ഒരു സിഗരറ്റ് പോലും വലിക്കുകയില്ല എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ സ്വന്തമായി ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ എഴുതി പിടിപ്പിക്കണം. ഓക്കെ, ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. എ ലിറ്റിൽ ബ്രേക്ക്. Once again, welcome back. Baby Vita Little Scholar in support with Malarwadi. നമ്മുടെ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു അല്ലേ, ഉത്തരച്ചപ്പ് എന്ന് പറയുന്ന സെഗ്മെന്റ്. മാർക്ക് പറയാം. ലിയോ, യു ഗോട്ട് 10 marks. Congratulations. And Gemini, you got 10 marks. Canopus, you got 20 marks. ലൈറ ഇപ്രാവശ്യം മാർക്ക് ഇല്ല. അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഒരുപാട് വീണ് കഴിഞ്ഞതിന് ശേഷമാണ് സാവധാനം നമ്മൾ നടക്കാൻ വേണ്ടി പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഈ ഒരു തവണ ഒന്ന് വീണു, സാരമില്ല. നമുക്ക് വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നടന്ന് ഉയരങ്ങളിലേക്ക് എത്താം. സ്റ്റെപ്പുകൾ കയറി പോവാം കേട്ടോ. ഓക്കെ, സോ അടുത്ത വിഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അടുത്ത വിഭാഗം പതാക. പേരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പതാകയാണ് നിങ്ങൾ വീഡിയോ വാളിൽ കാണാൻ പോകുന്നത്. ആ പതാകയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ ചോദ്യം കോമൺ ആണ്. നിങ്ങളുടെ മുമ്പ് പേപ്പറുണ്ട്, പേനയുണ്ട് അല്ലേ. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പേപ്പറിൽ എഴുതണം. അതിനുശേഷം ഞാൻ ചോദിക്കുന്ന സമയത്ത് മൈക്കിൽ വായിക്കാം. മനസ്സിലായല്ലോ? ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാണെങ്കിൽ 10 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. സോ ആദ്യത്തെ പതാക നമുക്ക് കാണാം. എല്ലാവരുടെയും മുഖത്ത് കൺഫ്യൂഷനായി. ഇതുപോലൊരു പതാക ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, കാണാത്തവർക്ക് വേണ്ടി ഞാൻ എന്ത് പതാകയാണെന്ന് പറഞ്ഞു തരാം. ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. ഈ കാണുന്നത് 1907 മാഡം ബിക്കാജി കാമ ഉയർത്തിയ ഇന്ത്യൻ പതാകയുടെ ചിത്രമാണ്. മറ്റൊരു രാജ്യത്ത് വെച്ച് ഉയർത്തിയ ഈ പതാക പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായിരുന്നില്ല. എങ്കിലും ഒരു സ്ത്രീ, അതും 1907 ഇതിന് ധൈര്യപ്പെട്ടു എന്നത് പ്രശംസിക്കേണ്ടത് തന്നെയാണ്. ഏത് രാജ്യത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്? ചോദ്യം അതാണ്. ഏത് രാജ്യത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ പേപ്പറിൽ എഴുതണം. ഇനി ഉത്തരം പറയാം. ആദ്യത്തെ അവസരം ലിയോയ്ക്കാണ്. ലിയോ, വാട്ട്സ് യുവർ ആൻസർ? ജർമ്മനി. ജെമിനി, വാട്ട്സ് യുവർ ആൻസർ? ജർമ്മനി. ഖനാപ്പസ്, വാട്ട്സ് യുവർ ആൻസർ? ഫ്രാൻസ്. ലൈറ, വാട്ട്സ് യുവർ ആൻസർ? സ്കോട്ട്ലാൻഡ്. കൺഫ്യൂഷനാണ് അല്ലേ? ജർമ്മനിയാണോ, ഫ്രാൻസ് ആണോ,
സ്കോട്ട്ലൻഡ് ആണോ എന്നുള്ളതാണ് സംശയം. പ്രേക്ഷകരും അതേ സംശയത്തിലാണ്. പക്ഷേ ഉത്തരം ജർമ്മനിയാണ് കറക്റ്റ് ആൻസർ. സോ കൺഗ്രാജുലേഷൻസ്. ജർമ്മനിയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഭിക്കാജി റസ്തം കാമ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടുള്ള ധീര വനിത ഈ പതാക ഉയർത്തി കാണിച്ചത്. വളരെ ധീരമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു അല്ലേ? സോ യു ഗോട്ട് മാർക്സ്. ഈ ഭാഗത്തുള്ള കനോപ്പസിനും ലയറയ്ക്കും ഇത്തവണ മാർക്കില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പതാകയിലേക്ക് നമുക്ക് പോവാം. ഇറ്റ്സ് ഹിയർ. സോ പതാക കണ്ടു. പതാകയിലൊരു വ്യാളിയുണ്ട്. വെളുപ്പിലും കറുപ്പിലുമായി വ്യാളിയെ ചിത്രീകരിച്ചിരിക്കുന്ന പതാകയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഈ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് എന്നുള്ളതാണ് ചോദ്യം. പതാക വന്നപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നല്ല ചിരി വന്നു. വ്യാളിയെ കണ്ടാലെങ്കിലും നിങ്ങൾ പേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉത്തരം കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. സോ ലിയോ, വാട്ട്സ് യുവർ ആൻസർ? ഭൂട്ടാൻ. ഭൂട്ടാൻ. ജെമിനി, വാട്ട്സ് യുവർ ആൻസർ? ഭൂട്ടാൻ. ഭൂട്ടാൻ. കനോപ്പസ്, വാട്ട്സ് യുവർ ആൻസർ? ഭൂട്ടാൻ. ഭൂട്ടാൻ. ലൈറ, വാട്ട്സ് യുവർ ആൻസർ? തായ്വാൻ. തായ്വാൻ. ഓക്കെ. ഭൂരിപക്ഷം ഭൂട്ടാൻ ആയതുകൊണ്ട് മാത്രമല്ല, യഥാർത്ഥ ഉത്തരം ഭൂട്ടാൻ ആയതുകൊണ്ടാണ് ഈ 3 പേർക്ക് മാർക്കുകൾ കിട്ടുന്നത്. സോ ഭൂട്ടാൻ ഈസ് ദി പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പതാക നിങ്ങൾ കാണാൻ പോകുന്നു. ആൻഡ് ഇറ്റ്സ് ഹിയർ. ചോദ്യം ഇതാണ്. കംബോഡിയയുടെ ദേശീയ പതാകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു കെട്ടിടം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ ഈ കെട്ടിടം ഏതാണ്? അതാണ് ചോദ്യം. സോ ലിയോ, വാട്ട്സ് യുവർ ആൻസർ? അങ്കോർ വാട്ട്. അങ്കോർ വാട്ട്. ജെമിനി? Angkor Wat. അങ്കോർ വാട്ട്. കനോപ്പസ്? Angkor Wat. അങ്കോർ വാട്ട്. ലൈറ, വാട്ട്സ് യുവർ ആൻസർ? എഴുതിയില്ല. ഉത്തരം അറിയാത്തത് കൊണ്ട് എഴുതിയില്ല അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ പേര് എഴുതിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? കറക്റ്റ് ആൻസർ അങ്കോവാദാണ്. അങ്കോവാദ് എന്നാണ് ഇംഗ്ലീഷിൽ അങ്കോവാദ് എന്ന് പറയുന്നു. അങ്കർവാദ് അല്ലേ? അങ്കർവാദ് ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കർവാദ്. 12-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. അത് ആദ്യം ഒരു വിഷ്ണു ക്ഷേത്രം എന്നുള്ള ദക്ഷിണേന്ത്യൻ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയത്. 14-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടത് ബുദ്ധക്ഷേത്രമായിട്ട് മാറി. ഓക്കെ, പെർഫെക്റ്റ് ആൻസർ. വെരി ഗുഡ്. നമ്മൾ കംബോഡിയയിൽ നിന്ന് പോകുന്നു മറ്റൊരു രാജ്യത്തേക്ക്. കാണുക അടുത്ത ദേശീയ പതാക ഇവിടെ. സാധാരണ ലോകരാഷ്ട്രങ്ങളുടെ പതാകകളെല്ലാം സമചതുരമോ ദീർഘചതുരമോ ആണ്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ പതാക ഒന്നിനു മുകളിൽ മറ്റൊന്നായി 2 ത്രികോണങ്ങൾ ചേർന്ന ആകൃതിയിലാണ്. ഇവയിൽ ചന്ദ്രനെയും സൂര്യനെയും ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് എന്നുള്ളതാണ് ചോദ്യം. ലിയോ, വാട്ട്സ് യുവർ ആൻസർ? നേപ്പാൾ. നേപ്പാൾ. ജെമിനി, വാട്ട്സ് യുവർ ആൻസർ? Nepal. നേപ്പാൾ. കനോപ്പസ്, വാട്ട്സ് യുവർ ആൻസർ? Nepal. നേപ്പാൾ. ലൈറ, വാട്ട്സ് യുവർ ആൻസർ? നേപ്പാൾ. 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 പെർഫെക്റ്റ് ആൻസർ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു നേപ്പാൾ. ഈ പതാക നിങ്ങൾ എത്രയോ തവണ കണ്ടിട്ടുണ്ടല്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടി അടക്കമുള്ള 8 ഉയരം കൂടിയ കൊടുമുടികൾ നിലനിൽക്കുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. അത് നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പതാകകൾ കണ്ടു അല്ലേ? പതാകകളെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു. ഇനി ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മാർക്കൊന്നുമില്ല കേട്ടോ. ലോകത്ത് മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു നിറം, ഒരു പതാക, സമാധാനത്തിൻ്റെ പതാക ഏത് നിറത്തിലുള്ളതാണ്? വെള്ള അല്ലേ? ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. സമാധാനത്തിൻ്റെ സിമ്പലായിട്ടുള്ള ഒരു പക്ഷിയുണ്ട്. ഏതാണ്? പ്രാവ്. വെള്ളപ്രാവ് അല്ലേ? ആ പ്രാവ് ഉപയോഗിച്ചുകൊണ്ടൊരു മാജിക് ഞാൻ കാണിക്കാൻ പോവുകയാണ്. സോ ഈ മാജിക്കാണ്. ഹാമി ഒന്ന് വരാമോ? മോളുടെ കയ്യിൽ ഭദ്രമായിട്ട് ഈ പ്രാവിനെ പിടിക്കാം. ഇങ്ങനെ ചേർത്ത് പിടിക്കാം. ഓക്കെ, റൈറ്റ്. ഇനി എൻ്റെ കയ്യിലുള്ളത് ഒരു ഗ്ലാസ്സാണ്. കണ്ടോ? ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗ്ലാസ്. മിററാണ്. കണ്ടല്ലോ? റൗണ്ടായിട്ടുള്ള മിററാണ്. എല്ലാ ഭാഗവും മിററാണ്. ഇനി ഹാമി കുറച്ച് മുന്നിലേക്ക് വന്നുള്ളൂ പ്രാവുമായിട്ട്. ഇനിയാണ് മാജിക് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ വാതിലടച്ചു. വാതിലടച്ചു കഴിഞ്ഞ ശേഷം ഇതിനെ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചു. ഇനി പ്രാവിനെ എനിക്ക് തരണം. ഹാമി മുന്നിൽ നിന്നോണം. ഈ പ്രാവ് മിററിനെ തുളച്ചപ്പുറത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. സോ വാച്ച്.
പിടിച്ചോ, നമുക്ക് തുറക്കാം. സോ ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രാവിന് ഇതുപോലെ ഒരു മിററിനെ തുളച്ചു പോകാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവും. അതുകൊണ്ടാണ് ഹാരി ഹൂദിനി എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള മാന്ത്രികൻ പറഞ്ഞത്, സ്റ്റോൺ വാൾസ് ഡു നോട്ട് എ പ്രിസൺ മേക്ക് നോർ അയൺ വാൾസ് എ കേജ് എന്നുള്ളത്. കൽഭിത്തികൾ ഒരിക്കലും ഒരു ജയിലാവുന്നില്ല, ഇരുമ്പഴികൾ ഒരിക്കലും ഒരു ജയിലാവുന്നില്ല. നമ്മുടെ മനസ്സിന് സ്വതന്ത്രമായി എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്ക് വായിക്കട്ടെ. ഓക്കെ, സോ ലിയോ, യു ഗോട്ട് 50 marks. Congratulations. And Gemini, you got 50 marks. Canopus, you got 50 marks. Lyra, you got 10 marks. സാരമില്ല, മാർക്ക് കുറച്ച് കുറഞ്ഞു എന്ന് വിചാരിച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ മാർക്ക് നേടാം, അല്ലേ? ഇന്നത്തെ ലിറ്റിൽ സ്കോളർ ഇവിടെ സമാപിക്കുന്നു. പുതിയ വിസ്മയങ്ങളും പുതിയ വിജ്ഞാന ശാഖകളുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in. Gift courtesy Prince Pattupavada, Market Road, Ernakulam. Reha Wedding Center, Logans Road, Talasheri. R1 Casual Shirts and Candyman Bags.